73-ാം സങ്കീർത്തനം 28-ാം വാക്യം. എന്നാൽ ദൈവത്തോട് അടുത്തിരിക്കുന്നത് എനിക്ക് നല്ലത്. അഭിവന്യ നമ്മുടെ പിതാവ് അന്തോനിയോസ് തിരുമേനി ഓർക്കുന്നതായ, ഒരുപക്ഷെ അദ്ദേഹം നമ്മിൽ നിന്നും പോയിട്ടില്ല എന്നുള്ള തിരിച്ചറിവിൽ തന്നെയാണ് ഇവിടെ നമ്മളെല്ലാവരും ആയിരിക്കുന്നത്. പഴയ നിയമത്തിൽ ബർസില്ലായി എന്ന് പറയുന്ന ഒരു പിതാവിനെ നമ്മൾ കാണുന്നുണ്ട്. അദ്ദേഹം ദാവീദ് രാജാവിൻ്റെ ഒരു വലിയ പ്രതിസന്ധിയുടെ നടുവിൽ അദ്ദേഹത്തെ സഹായിക്കുന്ന ഒരു മഹിത വ്യക്തിത്വമാണ്. സഹായത്തിനൊക്കെ ശേഷം ദാവീദ് രാജാവ് തിരികെ തൻ്റെ അധികാരത്തിലേക്ക് പോകുന്ന സമയത്ത് കൊട്ടാരത്തിലേക്ക് ക്ഷണിക്കുമ്പോൾ ആ ഒരു ക്ഷണത്തെ, തനിക്ക് 80 വയസ്സായിരിക്കുന്നു, തൻ്റെ ദൈവത്തോടുള്ള ബന്ധത്തിൽ, പൂർവികരോടുള്ള ബന്ധത്തിൽ ആയിരിക്കണമെന്ന് പറഞ്ഞുകൊണ്ട് അവർ വിടവാങ്ങുന്ന ഒരു രംഗം വളരെ ശ്രദ്ധേയമാണ്. അതോടൊപ്പം തന്നെ മർത്തശ്മൂനി അമ്മയും 7 മക്കളും അവരുടെ ഗുരുവായ എലയാസർ മാംസം ഭക്ഷിക്കുവാൻ തക്കവണ്ണം നിർബന്ധിക്കുമ്പോൾ അടുത്ത തലമുറയ്ക്കതൊരു വലിയ പ്രതിസന്ധി തീർക്കും, അവർക്കൊരു മാതൃകാദോഷമാകും എന്ന് പറഞ്ഞുകൊണ്ട് മരണത്തിലേക്ക് നടന്നെടുക്കുന്ന എലയാസർ എന്ന ഗുരുവ് നമ്മൾ കാണുകയാണ്. ക്രിസ്തുവിൻ്റെ നെഞ്ചോട് ചേർന്നിരിക്കുന്ന യൂഹാനോൻ ശ്ലീഹ, അതോടൊപ്പം സന്യാസ പ്രസ്ഥാനത്തിൻ്റെ പ്രാരംഭകനായിരുന്ന അന്തോനിയോസ് എന്ന പിതാവ്, ഇങ്ങനെ വേദപുസ്തകത്തിലും സഭാപാരമ്പര്യത്തിലും ഒക്കെ തന്നെ ശ്രദ്ധേയമായ അനുഭവങ്ങൾ ഈ അന്തോനിയോസ് തിരുമേനി നമ്മുടെ പിതാവിനെ ഓർക്കുമ്പോൾ നമ്മുടെ ഉള്ളിലേക്ക് വന്നു നിറയുകയാണ്. ഈ ചുരുങ്ങിയ സമയത്തിൻ്റെ ഉള്ളിൽ ഇവിടെ ഇരിക്കുന്ന ഓരോരുത്തരും അന്തോനിയോസ് തിരുമേനിയെക്കുറിച്ച് ഏറെ പറയുവാനുള്ളവരും എന്നേക്കാൾ അനുഭവങ്ങൾ ഉള്ളവരുമാണ്. എങ്കിൽ തന്നെയും ഈ ഒരല്പസമയം അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ ഒപ്പമായിരിക്കുവാൻ തക്കവണ്ണം, അല്ലെങ്കിൽ എൻ്റെ ജീവിതത്തിൽ ഏറെ അനുഗ്രഹങ്ങൾ സമ്മാനിച്ച ദൈവസാന്നിധ്യത്തെ ഓർക്കുവാൻ ലഭിച്ച നിമിഷത്തെ പ്രാർത്ഥനയോടുകൂടെ തിരിച്ചറിയുകയാണ്. ഒന്നാമതായി തിരുമേനിയെക്കുറിച്ച് ഓർക്കുമ്പോൾ പിറവിയെക്കുറിച്ച് നിരന്തരം നമ്മെ ഓർമ്മിപ്പിച്ച് ദൈവ സാന്നിധ്യമായി അദ്ദേഹം ഇന്നും നിലകൊള്ളുന്നു എന്നുള്ളതാണ്. ഒരുപക്ഷെ നമ്മളെ സംബന്ധിച്ച് നമ്മളെങ്ങനെ ജനിച്ചു, എന്തിന് ജനിച്ചു, അല്ലെങ്കിൽ നമ്മുടെ ജീവിതം എന്തിനു വേണ്ടിയാണ് എന്നൊക്കെ എല്ലാവരും ചിന്തിക്കണമെന്നില്ല. എന്നാൽ ബർസില്ലായി എന്ന പിതാവിനെ പോലെ അന്തോനിയോസ് തിരുമേനി നമ്മളെ നിരന്തരം ഓർമ്മിപ്പിക്കുന്ന ഒന്നാണ്, പ്രാർത്ഥനയിലൂടെ നമ്മൾ ഈ ഭൂമിയിൽ പിറക്കുവാൻ തക്കവണ്ണം ഇടയായ പിതാവിൻ്റെ ഓർമ്മകൾ എപ്പോഴും തിരുമേനി നമ്മളെ ഓർമ്മിപ്പിച്ചുകൊണ്ടിരുന്നു എന്നുള്ളതാണ്. പ്രത്യേകിച്ച് പ്രാർത്ഥനാ ജീവിതം തിരുമേനിയിൽ നമ്മളെല്ലാവരും പറയുന്ന പ്രധാന ഘടകമാണ്. എന്താണ് ആ ജീവിതം നമുക്ക് സമ്മാനിക്കുന്നത് എന്ന് ചോദിച്ചാൽ, പ്രത്യേകിച്ച് അന്തോനിയോസ് എന്ന് പറയുന്ന സന്യാസ പിതാവിനെ ഓർക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ അരികിലേക്കൊന്നൊരു ചെറുപ്പക്കാരൻ ചോദിക്കുന്നുണ്ട്, ദൈവത്തെ പ്രസാദിപ്പിക്കുവാൻ ഞാൻ എന്ത് ചെയ്യണം? അപ്പം അദ്ദേഹം പറയുന്ന പ്രധാനപ്പെട്ട ഒരു സംഗതിയാണ്, എപ്പോഴും നിന്റെ മുൻപിൽ ദൈവമുണ്ടാകണം. മറ്റൊരു പിതാവ് പറയുന്നുണ്ട്, സന്യാസിമാരായിരിക്കുന്നവർ അല്ലെങ്കിൽ പ്രാർത്ഥിക്കുന്നവർ എപ്പോഴും അവരുടെ പ്രാർത്ഥനയാകുന്ന അറയിലേക്ക് തിരികെ വരണം, അല്ലെങ്കിൽ എന്ത് സംഭവിക്കും എന്നൊരു പിതാവ് പറയുന്നത്, മത്സ്യം അധിക നേരം കരയിൽ നിൽക്കുവാൻ ആഗ്രഹിക്കുന്നില്ല, അത് വെള്ളത്തിലേക്ക് തിരികെ പോകുവാൻ തക്കവണ്ണം ആഗ്രഹിക്കുകയാണ്. കരയിൽ നിന്നാൽ അതിൻ്റെ ജീവൻ നഷ്ടപ്പെടും. മറ്റൊരു പിതാവ് പറയുന്നുണ്ട്, അടുപ്പിൽ വെച്ചിരിക്കുന്ന പാത്രത്തിന് തുല്യമാണ് പ്രാർത്ഥിക്കുന്ന ഒരു മനുഷ്യൻ്റെ ജീവിതം. കാരണം അത് അടുപ്പിലിരിക്കുമ്പോൾ യാതൊരു ക്ഷുദ്രജീവികളും അതിനെ കീഴടക്കുകയില്ല. എന്നാൽ അത് വാങ്ങിവെക്കുമ്പോൾ ഏത് ജീവിക്ക് വേണമെങ്കിലും അതിലേക്ക് വന്ന് പ്രവേശിക്കാവുന്ന അനുഭവമാണ്. ഇവിടെ നാം നോക്കുമ്പോൾ അന്തോനിയോസ് തിരുമേനിയുടെ ജീവിതത്തിൻ്റെ ഓരോ നിമിഷങ്ങളും നാം കാണുമ്പോൾ
പ്രാർത്ഥനയെ പ്രണയിച്ച ജീവിതത്തിൻ്റെ ഉടമ, എപ്പോഴും ദൈവസാന്നിധ്യബോധം നമ്മളിൽ ഉണ്ടാകണം എന്ന് നമ്മളെ ഓർമ്മിപ്പിച്ചുകൊണ്ടേയിരുന്നു. ഞാൻ അഭിമന്യ തിരുമനസിൻ്റെ ഒപ്പം ശമ്മാശനായി പോകുന്ന സമയത്ത് 2 സാഹചര്യങ്ങൾ എനിക്ക് മറക്കുവാൻ പറ്റാത്തതാണ്. ഒന്ന്, പരുമലയിൽ നിന്ന് എല്ലാ മാസവും തിരുമേനി അവിടെ കുർബാന അർപ്പിച്ചിരുന്നു പരിശുദ്ധ സുന്നോദോസിൻ്റെ നിർദ്ദേശപ്രകാരം. പിന്നെ തിരികെ പോരുന്നൊരു സമയത്ത് തിരുമേനിക്ക് വയ്യ, ഛർദ്ദിക്കുന്നൊരവസ്ഥയാണ്. അപ്പോൾ വാഹനം ഒന്ന് നിർത്താമെന്ന് വിചാരിക്കുമ്പോൾ അവിടെ 2 വാഹനങ്ങൾ തമ്മിൽ കൂട്ടിയിടിച്ചിട്ട് വലിയ പ്രശ്നം നടക്കുകയാണ്. അപ്പോൾ വളരെ പെട്ടെന്ന് റിജോ ആ വാഹനം ഒന്ന് അവിടെ നിന്ന് കൊണ്ടുപോകാൻ വളരെ പ്രയാസപ്പെടുന്നതിനിടയ്ക്കും തിരുമേനി ആകെ വല്ലാത്ത അവസ്ഥയിലാകുമ്പോഴും എന്നോട് പറയാം, കുഞ്ഞെ പ്രാർത്ഥിക്കുക. പ്രതിസന്ധികളുടെ നടുവിൽ പ്രാർത്ഥിക്കുവാൻ നമ്മളെ പഠിപ്പിക്കുകയാണ്. അരമനയിൽ ചെന്ന് പിന്നീട് ഛർദിലിൻ്റെ ഒരു വലിയ അവസ്ഥയിൽ മുൻപോട്ട് പോകുമ്പോൾ, നിലവിളിക്കുന്നൊരവസ്ഥയിൽ കണ്ടു നിൽക്കുന്നവരൊക്കെ ദുഃഖിക്കുന്ന ഒരു സാഹചര്യത്തിൽ ദൈവമേ 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 എന്ന് വിളിക്കുന്ന ആ മുഖം എങ്ങനെയാണ് നമുക്ക് മറക്കുവാൻ സാധിക്കുന്നത്? അപ്പോൾ ജീവിതത്തിൻ്റെ സന്തോഷങ്ങളിൽ ഒരുപക്ഷെ നമ്മൾ ദൈവത്തെ തിരിച്ചറിഞ്ഞേക്കാം. എന്നാൽ സഹനത്തിൻ്റെ വഴികളിലും ഇന്ന് ഞങ്ങൾ കുടുംബമായി ഒരുമിച്ച് വരുമ്പോൾ എൻ്റെ ഭാര്യ പറയുകയായിരുന്നു, തിരുമേനി വന്ന് നമ്മളുടെ ഒപ്പം താമസിക്കുമ്പോൾ ഒരുപക്ഷെ മരുന്നുകളുടെ ഒരു ഘോഷയാത്രയാണ് നമ്മൾ കാണുന്നത്. 20ലധികം ഗുളികകൾ, 4 നേരമുള്ള ഇൻസുലിൻ, ഇങ്ങനെ തൈലത്തിൻ്റെ ഗന്ധം കൊണ്ടൊരു മുറി നിറഞ്ഞു എന്ന് പറയുന്നത് പോലെ ഒരുപക്ഷെ മരുന്നിൻ്റെ സുഗന്ധം കൊണ്ട് തൻ്റെ ജീവിതം നിറയുമ്പോഴും കുറിയാക്കോസ് അച്ഛനിടയ്ക്ക് അഭിമന്യ തിരുമനസിൻ്റെ ഭൗതിക ശരീരം എംബാം ചെയ്യുന്നതിനെ കുറിച്ച് പറഞ്ഞ ആ വാക്കുകൾ വളരെ ഹൃദ്യമാണ്. കാരണം ഡോക്ടർ ചോദിക്കുകയാണ്, എങ്ങനെയാണ് ഈ മനുഷ്യൻ ഇത്രയും കാലം ജീവിച്ചത്? കൈകളിലേക്ക് എടുക്കുന്ന ഓരോ അവയവങ്ങളും പൊടിഞ്ഞു പോകുമ്പോൾ പ്രാർത്ഥനയല്ലാതെ മറ്റെന്തുകൊണ്ടാണ് 77 വയസ്സ് വരെ ആ പുണ്യപിതാവ് ജീവിച്ചതെന്ന് നമ്മൾ ചിന്തിക്കുകയാണ്. അതുകൊണ്ട് ഇതൊരു വലിയ ഉത്തരവാദിത്വമാണ്. ന്യൂയോർക്കിലെ അവിടുത്തെ വളരെ ശ്രദ്ധേയമായ ഒരു റെയിൽവേ സ്റ്റേഷനിൽ റാറ്റ്സൺ എന്ന് പറയുന്നൊരു 42ാമത് നമ്പറുള്ളൊരു അവിടെ ഭാരമൊക്കെ എടുക്കുന്നൊരു പോർട്ടർ ഉണ്ടായിരുന്നു. ഈ മനുഷ്യൻ ഒരു ദിവസം ഇങ്ങനെ നോക്കുമ്പോൾ ഒരമ്മ കരഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അമ്മയുടെ അരികിൽ ചെന്നിട്ട് റാൽസൺ പറയുന്നുണ്ട്, അമ്മേ ഇങ്ങനെ പ്രാർത്ഥിക്കണം റാൽസൺ, ഈ അമ്മ എന്തിനായിരിക്കും കരയുന്നത്? ദൈവത്തോട് ചോദിക്കുകയാണ്, ഞാൻ എന്താണ് ഈ അമ്മയോട് പറയേണ്ടുന്നത്? ആ റാൽസൺ കർത്താവ് അവൻ്റെ ഉള്ളിൽ തോന്നിപ്പിക്കുകയാണ്, ആ അമ്മയുടെ തലയിലിരിക്കുന്ന ചുവന്ന തൊപ്പി മനോഹരമാണെന്നൊന്ന് പറയുക. അമ്മയുടെ അരികിലേക്ക് ചെന്നിട്ട് പറയുന്നുണ്ട്, അമ്മേ അമ്മയുടെ തലയിലിരിക്കുന്ന ഈ ചുവന്ന തൊപ്പി വളരെ മനോഹരമുള്ള ഒന്നാണ്. പിന്നീട് റാച്ചൻ വീണ്ടും പറയുന്നുണ്ട്, അമ്മ ഇന്ന് ധരിച്ചിരിക്കുന്ന വസ്ത്രങ്ങൾ വളരെ മനോഹരമാണ്. അപ്പോഴാ അമ്മ ചോദിക്കുന്നുണ്ട്, നീ എന്നെ ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു? റാച്ചൻ പറയുന്നു, ഞാൻ ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു. ഞാനിങ്ങനെ ഒരുപാട് വേദനകൾ ഉള്ളത് കൊണ്ടാണ് കരഞ്ഞു പോയതെന്ന് ആ അമ്മ പറയുകയാണ്. അപ്പോഴമ്മ ചോദിക്കുന്നുണ്ട്, നിനക്ക് കരച്ചിൽ എന്നുള്ളത്, വേദന എന്നുള്ളത് നിനക്കെന്താണെന്നറിയാമോ? അപ്പോൾ റാച്ചൻ പറയുന്നുണ്ട്, അമ്മേ 24 മണിക്കൂറും എൻ്റെ ഈ കണ്ണ് കേടായതുകൊണ്ട് വേദന കൊണ്ട് മാത്രമാണ് ഞാൻ ജീവിക്കുന്നത്. വേദന കൊണ്ട് മാത്രമാണ് രാത്രിയും പകലും ഞാൻ ഉണരുന്നതും പ്രവർത്തിക്കുന്നതും ഉറങ്ങുന്നതുമെങ്കിലും ഓരോ മനുഷ്യരെയും ഞാൻ കണ്ടുമുട്ടുമ്പോൾ അവരുടെ ഉള്ളിൽ സന്തോഷം നിറയ്ക്കുവാൻ അവർക്ക് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ട്, ഞാൻ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന ഈ അവസ്ഥ മാറുവാനല്ല, വേദനയിലും മുൻപോട്ട് പോകുവാനുള്ള കരുത്ത് എനിക്ക് കിട്ടണമേ എന്നുള്ളതാണ് എൻ്റെ പ്രാർത്ഥനയെന്ന് റാറ്റ്സൺ പറയുകയാണ്. ആ അമ്മ തൻ്റെ ജീവിതത്തിൽ ഒരു വലിയ മാറ്റം ഉണ്ടാവുകയാണ്. ഇവിടെ ഇരിക്കുന്ന നമ്മുടെയൊക്കെ ജീവിതത്തിൽ നമ്മൾ പ്രതിസന്ധികളിലും റാറ്റ്സനെ പരിചയപ്പെട്ടതിൻ്റെ അന്ന് മുതൽ ഈ അമ്മയുടെ ജീവിതം മാറുകയാണ്. 1 വർഷം കഴിയുമ്പോൾ റാറ്റ്സനെ അന്വേഷിച്ച് ഒരു മനുഷ്യൻ വരികയാണ്, ഒരു മകൾ വരികയാണ്. എന്നിട്ട് അവിടെ ഓഫീസിൽ വന്ന് റാറ്റ്സനെ തിരക്കുകയും റാറ്റ്സനോട് ആ അമ്മയുടെ അവസാനത്തെ വാക്കുകളായ നന്ദി പറയുകയാണ്. നോക്കിക്കേ, വേദനയിലൂടെ കടന്നുപോയ ഒരാളെ, പോർട്ടറായിരിക്കുന്ന ഒരു സാധാരണ മനുഷ്യൻ എത്രമാത്രം പ്രതീക്ഷകൾ നൽകി. ആ മകൾ കരയുമ്പോൾ റാറ്റ്സൻ പറയുന്നൊരു, മോളെ കരയണ്ട, ഇപ്പോൾ നിന്റെ അമ്മ നമ്മുടെ ഒപ്പമുണ്ട്, അന്തോനിയോസ് തിരുമേനി നമ്മുടെ ഒപ്പമുണ്ട്. ആ ദൈവസാന്നിധ്യബോധം നമ്മളിൽ നിന്ന് അകന്നു പോയിട്ടില്ല. രണ്ടാമതായി ആ പിതാവ് നമ്മെ പഠിപ്പിച്ചത്
പിതൃക്കളെ കുറിച്ച് പഠിപ്പിച്ച് പ്രാതകാല സ്മരണീയനായി ആ പിതാവ് തീർന്നു എന്നുള്ളതാണ്. അന്തോനിയോസ് തിരുമേനിയിൽ നമ്മൾ കേട്ടൊരു വാക്കാണ് പ്രാതകാല സ്മരണ എന്നുള്ളത്. ഭാരത സംസ്കാരത്തിൽ അത് നമ്മളുടെ കടന്നുപോയ ഗുരുക്കന്മാരെയും മാതാപിതാക്കളെയും സ്മരിക്കുന്ന ശ്രദ്ധേയമായ പ്രഭാതത്തിലെ ആദ്യ കർമ്മമാണ്. അന്തോനിയോസ് തിരുമേനി എപ്പോഴും നമ്മുടെ മാതാപിതാക്കളോടുള്ള ബന്ധം, പ്രത്യേകിച്ച് തിരുമനസിൻ്റെ ജീവിതം എഴുതി വെക്കുവാൻ ശ്രമിക്കുമ്പോൾ നമ്മളതിൽ കാണുന്നത് തൻ്റെ വല്യമ്മച്ചിയുടെ നേരിയത് തലയിലിട്ടത് അത് മസ്ലംസയായി മാറി എന്നാണ് തിരുമേനി പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ നമ്മുടെ ജീവിതത്തിൽ തിരുമേനി ഓർമ്മിപ്പിക്കുന്നത് നമ്മുടെ മാതാപിതാക്കന്മാരോടും ഗുരുക്കന്മാരോടുമുള്ള ബന്ധം അത് എത്രത്തോളം ശക്തമായിരിക്കണം എന്നുള്ളതാണ്. അതൊരു പക്ഷേ മാത്യൂസ് ബാവ തിരുമേനിയുടെയും തൻ്റെ മുൻഗാമികളായിരിക്കുന്ന മലങ്കര സഭയെ നയിച്ച പിതാക്കന്മാർ ഓരോരുത്തരെ സ്മരിക്കുകയും ചരിത്രത്തെ ഓർത്തുകൊണ്ട് ഗാന്ധിജിയെയും എബ്രഹാം ലിങ്കനെയും ഇങ്ങനെ മഹാരഥന്മാരായിരുന്ന ഓരോ മനുഷ്യരെയും ചരിത്രത്തിൻ്റെ ഏടുകളിൽ നിന്ന് പറഞ്ഞുകൊണ്ട് ചരിത്രത്തിൽ നടന്ന ഓരോരോ കാര്യങ്ങളെ അനുസ്മരിക്കുന്ന ആ പുണ്യപിതാവിനെ നമുക്ക് മറക്കുവാൻ സാധിക്കുകയില്ല. ഓരോ വേദികളിലും തിരുമേനിയുടെ അധ്യക്ഷ പ്രസംഗമോ ഉദ്ഘാടനമോ എന്തു തന്നെയാണെങ്കിലും കൊല്ലം ഭദ്രാസനത്തെ മലങ്കര സഭയെ നയിച്ച പിതാക്കന്മാരുടെ പേരുകൾ ആവർത്തിച്ച് പറഞ്ഞുകൊണ്ടേ ഇരുന്നു എന്നുള്ളതാണ്. എന്താണ് നമ്മുടെ പൂർവികർ നമുക്ക് തന്നിട്ട് പോയത്? അയ്യപ്പൻ എന്ന് പറയുന്ന ഒരു കവി പറഞ്ഞിട്ടുണ്ട്, നട്ടുച്ച വെയിലിൽ ഞാൻ പോകവേ എന്നുച്ചി തണുപ്പിച്ചതന്നച്ഛൻ്റെ കൈപ്പടം. എത്രയോ നട്ടുച്ച വെയിലുകളിൽ നമ്മളുടെ തല തണുപ്പിച്ച് നമ്മുടെ മാതാപിതാക്കളുടെ കൈകളായിരുന്നു പ്രിയമുള്ളവരെ. മധുസൂദനൻ നായർ പാടുന്നുണ്ട്, പൊക്കിൾ വള്ളി മുറിഞ്ഞാലും മുറിയിൽ ആത്മബന്ധനം, തിങ്കളിൽ നിന്നു വേറിട്ടു നിലാവിനെങ്ങു വേറിടം. തിങ്കളിൽ നിന്ന് വേറിട്ട് എവിടെയാണ് നിലാവിന് വേറിടം? നമ്മുടെ ജീവിതത്തിൽ നമ്മളുടെ മാതാപിതാക്കളും ഗുരുക്കന്മാരും പൂർവിക പരമ്പരകളും അത് ഭാരതത്തിൻ്റെ ചരിത്ര വഴികളിലെ ഓരോ സ്മരണീയരായ ഓരോ വ്യക്തിത്വങ്ങളും സഭയുടെ ഇങ്ങനെ ചരിത്രത്തിൻ്റെ ഭാഗമാണ് താനെന്ന് അന്തോനിയോസ് തിരുമേനി തിരിച്ചറിഞ്ഞിരുന്നു എന്നുള്ളതാണ്. അമൃതധാര എന്ന പുസ്തകം, അതിൽ ബഹുമാനപ്പെട്ട പ്രേമചന്ദ്രൻ MP പറഞ്ഞിരിക്കുന്നത്, അദ്ദേഹം ഒരു മികച്ച പാർലമെന്റേറിയനാണെന്ന് നമുക്കറിയാം. രാജ്യത്തുണ്ടായിരിക്കുന്ന രാഷ്ട്രീയ സംഭവവികാസങ്ങൾ അദ്ദേഹം പങ്കുവച്ചിട്ടുള്ള അദ്ദേഹത്തിൻ്റെ ആകുലതകൾ അസ്ഥാനത്തല്ല എന്ന് തെളിയിക്കുന്നതാണ് മണിപ്പൂർ കലാപം ഉൾപ്പെടെയുള്ള സമകാലിക സംഭവങ്ങൾ. ഇന്ത്യൻ ജനാധിപത്യത്തിൻ്റെ ഇന്നത്തെ അവസ്ഥയെ സംബന്ധിച്ച് തിരുമേനി വല്ലാതെ വ്യാകുലപ്പെട്ടിരുന്നു. പാർലമെന്റ് അംഗമെന്ന നിലയിൽ അദ്ദേഹത്തിൻ്റെ പ്രോത്സാഹനം, പിന്തുണ എൻ്റെ ജീവിതത്തിൻ്റെ ഇന്നയോളം എനിക്ക് പ്രയോജനപ്പെട്ടിട്ടുണ്ട് എന്ന് പ്രേമചന്ദ്രൻ MP പറയുകയാണ്. നോക്കിക്കേ, ഭാരതത്തിൻ്റെ ജനാധിപത്യത്തെക്കുറിച്ചുള്ള ആ വഴികളെക്കുറിച്ചുള്ള തിരുമേനിയുടെ ചിന്തകൾ ഒരു MP അദ്ദേഹം കുറിച്ചിരിക്കുകയാണ്. ബഹുമാനപ്പെട്ട ജസ്റ്റിസ് ബെഞ്ചമിൻ കോശി അവർ ആ പുസ്തകത്തിൽ പറയുന്നുണ്ട്, പൊതുവായ സാമൂഹിക പ്രശ്നങ്ങളിൽ തിരുമേനി ഇടപെടുമായിരുന്നു. കൊല്ലം YMCA ഗവൺമെന്റ് ഏറ്റെടുക്കുവാൻ പോകുന്ന പശ്ചാത്തലത്തിൽ അന്തോനിയോസ് തിരുമേനി അവിടെ ചെന്ന് ശക്തമായി അതിനെ എതിർത്തത് അതിൻ്റെ ദേശീയ അധ്യക്ഷനായിരുന്ന അദ്ദേഹത്തിന് അത് അഭിമാനമായി തീർന്നുവെന്ന് അദ്ദേഹം അവിടെ പറയുകയാണ്. അഭിമന്യ തിരുമേനിയുടെ ഒരു പുസ്തകം ഞാനിങ്ങനെ വാക്കുകൾ കുറിച്ചപ്പോൾ, പ്രത്യേകിച്ച് അന്തോനിയോസ് തിരുമേനി ഓരോ വേദികളിലും പറയുന്ന ഓരോ കാര്യങ്ങളും ഇങ്ങനെ കൂടെ നടക്കുമ്പോൾ കുറിച്ചിട്ട് അതിങ്ങനെ തിരുമേനിയെ വായിച്ചു കേൾപ്പിച്ചപ്പോൾ എന്നോട് പറഞ്ഞത്, ഞാൻ കടന്നു പോയിട്ട് പോരായോ ഇത് പ്രകാശനം ചെയ്യുന്നത്? ഒരു ഓഗസ്റ്റ് 20 അത് പ്രകാശനം ചെയ്തു. അടുത്ത ഓഗസ്റ്റിൽ അദ്ദേഹം അതേ ദിവസം കടന്നു പോവുകയാണ്. എന്നോട് പറയുന്നുണ്ട്, ഈ പുസ്തകം വായിച്ചു കേൾപ്പിക്കുമ്പോൾ ഇനി എത്ര സങ്കീർത്തനങ്ങൾ ഞാൻ വായിച്ചാൽ മതിയാകും? 1000 കോപ്പികൾ വിറ്റഴിഞ്ഞ വഴിമരങ്ങൾക്കിടയിലെ വെളിച്ചമരം എന്ന പുസ്തകം, അത് ഇന്നും തിരുമേനി എന്തൊക്കെ പറഞ്ഞു എന്ന്, അല്ലെങ്കിൽ എന്തൊക്കെ ഈ നമ്മുടെ ചരിത്രത്തിൽ അടയാളപ്പെടുത്തി എന്നുള്ളതിൻ്റെ ഒരു ചെറിയൊരു തുറന്നുകാട്ടലാണ്. അതിന് ആമുഖം എഴുതിയത് ബഹുമാനപ്പെട്ട, ഞാൻ ഏറെ സ്നേഹിക്കുന്ന ബഹുമാനപ്പെട്ട ഡോക്ടർ ജേക്കബ് കുര്യൻ അച്ഛനാണ്. അദ്ദേഹം പറയുന്നു, നമ്മുടെ കാലഘട്ടത്തിലെ ഒരു സാത്വിക തേജസ്സായി കാണുവാനും കാണിച്ചു കൊടുക്കുവാനും മാർ അന്തോനിയോസ് പിതാവിനെ അല്ലാതെ തൽക്കാലം മറ്റാരെയും ചിത്രം എൻ്റെ മനസ്സിൽ തെളിഞ്ഞു വരുന്നില്ല എന്ന് ആരോ വിളിച്ചു പറയുന്നത് പോലെ തോന്നി. അപ്പോൾ ഇവിടെ
എല്ലാ മേഖലകളിലേക്കും നമ്മൾ കണ്ണോടിക്കുമ്പോൾ നമ്മളുടെ പിതൃക്കളെ കുറിച്ച് പഠിപ്പിച്ച് അദ്ദേഹം നമുക്ക് പ്രാതകാല സ്മരണീയനായി മറക്കുവാൻ പറ്റാത്ത പ്രഭാതത്തിലെ നമ്മുടെ പ്രാർത്ഥനകൾ അദ്ദേഹം നമ്മളെ സ്വാധീനിക്കുന്നു എന്നുള്ളതാണ്. മൂന്നാമതായി അദ്ദേഹത്തിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്നുള്ളത് പിൻതലമുറയെ സ്പർശിച്ച് ഓർമ്മ സ്തംഭമായി അദ്ദേഹം മാറി എന്നുള്ളതാണ്. ഓരോ കുഞ്ഞുങ്ങളും, പ്രത്യേകിച്ച് ബാലസമാജം കൊല്ലം മെത്രാസനത്തിൻ്റെ നേതൃത്വത്തിൽ അന്തോണിയോസ് തിരുമേനിയുടെ ഓർമ്മകൾ കുട്ടികളുടെ ഇടയിൽ എങ്ങനെയായിരിക്കും എന്ന് ചിന്തിച്ചുകൊണ്ട് കുഞ്ഞുങ്ങളുടെ കുഞ്ഞോർമ്മകൾ എന്നൊരു പ്രോഗ്രാം അവർ ക്രമീകരിച്ചപ്പോൾ 81 കുട്ടികളാണ് അഭിയൻ തിരുമനസിനെ കുറിച്ച് അവരുടെ ഓർമ്മകൾ, തിരുമേനിയെ കണ്ടത്, സ്പർശിച്ചത് അവർ പറഞ്ഞിരിക്കുന്നത്. നോക്കുക. അതുപോലെ തന്നെ കൊല്ലം മെത്രാസനത്തിലെ 7 യൂണിറ്റുകളിലെയും യുവജനങ്ങൾ അഭിയൻ തിരുമനസിന്റെ നിർദ്ദേശത്തോടെ ഓരോ മേഖലകളിലേക്ക് പൊതിച്ചോറ് വിതരണം ചെയ്യുകയാണ് അന്തോണിയോസ് തിരുമേനിയുടെ പേരിൽ. അപ്പോൾ ഇങ്ങനെ പിൻതലമുറ ഓരോരുത്തരും എങ്ങനെയാണ് തിരുമേനിയെ കണ്ടത് എന്നുള്ളത് നമ്മൾ ചിന്തിപ്പിക്കുകയാണ്. മക്കാബിയർക്ക് എഴുതിയ പുസ്തകം 2 മക്കാബിയർ 6:23 നാം കാണുന്നുണ്ട്. എന്നാൽ തൻ്റെ പ്രായത്തിൻ്റെ മാന്യതയ്ക്കും നരച്ച മുടിയുടെ അന്തസ്സിനും ചെറുപ്പം മുതലുള്ള അത്യുത്തമ ജീവിതത്തിനും സർവോപരി ദൈവദത്തമായ വിശുദ്ധ നിയമത്തിനും അനുസൃതമായി ദൃഢനിശ്ചയമെടുത്ത ഒരാൾ എന്നാണ് എലയാസർ എന്ന ഗുരുവിനെ കുറിച്ച് കാണുന്നത്. തെറ്റായ ആരാധനാ ജീവിത രീതിയുണ്ട്, ഞാൻ കാരണം ചെറുപ്പക്കാർ വഴിതെറ്റിപ്പോകരുത്. നോക്കിക്കേ, ആ എലയാസറിന്റെ വാക്കുകൾ നമ്മളെ സ്വാധീനിക്കുകയാണ്. തെറ്റായ ഒരു ആരാധനാ ജീവിതം നമുക്കുണ്ടാകുമ്പോൾ അത് വഴിതെറ്റിപ്പോകുന്ന തലമുറയെക്കുറിച്ച് അദ്ദേഹം ചിന്തിച്ചിരുന്നു എന്നുള്ളതാണ്. ഒരു കുഞ്ഞിനെ കണ്ടപ്പോൾ വളരെ ദുഃഖിതനായ കുട്ടിയോട് അന്തോണിയോസ് തിരുമേനി ചോദിച്ചു, കുഞ്ഞെ എന്താണ് വിഷമിച്ചിരിക്കുന്നത്? അപ്പോൾ കുഞ്ഞു പറഞ്ഞു, തിരുമേനിയപ്പച്ച എനിക്ക് ടെൻഷനാണ്. അപ്പോൾ തിരുമേനി ചോദിക്കണം, കുഞ്ഞ് ഏത് ക്ലാസ്സിലാണ് പഠിക്കുന്നത്? LKG പഠിക്കുന്നത്. അടുത്ത ഓരോ വേദികളിലും അന്തോണിയോസ് തിരുമേനി ചോദിക്കുന്നൊരു ചോദ്യമാണ്, LKG പഠിക്കുന്നൊരു കുഞ്ഞിന് ഇത്രയും ടെൻഷൻ്റെ ആവശ്യമുണ്ടോ? അപ്പോൾ വിദ്യാഭ്യാസ രംഗത്തെക്കുറിച്ചുള്ള വളരെ ശ്രദ്ധേയമായൊരു ചോദ്യമാണത്. നമ്മുടെ കുട്ടികൾ ഇന്നൊരുപക്ഷെ അടിമകളെ കുറിച്ച് ആയി തീരുന്നൊരവസ്ഥയാണ്. അപ്പോൾ അവിടെ നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് കൊച്ചു പ്രായത്തിൽ അവർക്ക് എന്ത് വിദ്യാഭ്യാസമാണ് നൽകേണ്ടുന്നത് എന്നുള്ളത് ചിന്തനീയമാണ്. ഈ 2025 നമ്മൾ കണ്ടു, ഗവൺമെൻറ് സ്കൂളുകളിലൊക്കെ ഒരുപക്ഷെ അദ്ദേഹം സങ്കല്പിച്ച ക്ലാസ്സുകളാണ് ഇപ്പോൾ നടക്കുന്നത്. ഞാനും പല സ്കൂളിൽ ക്ലാസ് എടുക്കാൻ പോയ ഒരാളാണ്. കാരണം പാഠം അവിടെ നിൽക്കട്ടെ, ഒരു 15 ദിവസം പൊതുവായ കാര്യങ്ങൾ, അവൻ എങ്ങനെ വളരണം, അവൻ എങ്ങനെ ശുദ്ധിയുണ്ടാകണം, അവൻ എങ്ങനെ ഒരു ലീഡറാകണം, ഇങ്ങനെയുള്ള പ്രവർത്തനങ്ങൾ. മറ്റൊരു കുട്ടിയെ കണ്ടപ്പോൾ ചോദിക്കുന്നുണ്ട്, കുഞ്ഞെ എന്താ വിഷമിച്ചിരിക്കുന്നത്? 4ാം ക്ലാസ്സുകാരൻ. അപ്പോൾ പറയുന്നു, തിരുമേനിയപ്പച്ച എനിക്കൊരു ഫോണില്ല. അപ്പം അവനോട് ചോദിക്കുന്നുണ്ട്, മോനെ ഒരു ഫോണാണോ നിന്റെ ജീവിതത്തിൻ്റെ സ്വപ്നം? നീ എവിടെ വരെ എത്തേണ്ടുന്നവരാണ്? അങ്ങനെ ഓരോ കുട്ടികളോടും കോവിഡ് കാലത്ത് ബഹുമാനോട് വി തോമസ് അച്ഛൻ അനുസ്മരിക്കുന്നുണ്ട്. കുട്ടികൾ അനുഭവിക്കുന്ന മാനസിക സംഘർഷങ്ങളെക്കുറിച്ച് അദ്ദേഹം ഓരോ വൈദികരോടും പറയുകയും അതിൻ്റെ ഓരോ മീറ്റിങ്ങുകളിലും കോവിഡ് കാല പ്രതിസന്ധികളിൽ നമ്മൾ എങ്ങനെ കുട്ടികളോട് പെരുമാറണമെന്ന് തിരുമേനി കുറിച്ചിട്ടുണ്ട് എന്നുള്ളതാണ്. ജോയി അച്ഛൻ കൊച്ചമ്മയും കുഞ്ഞുങ്ങളൊപ്പം ചെല്ലുമ്പോൾ തിരുമേനി കൊച്ചമ്മയോട് പറയുന്നുണ്ട്, മോളെ കുഞ്ഞുങ്ങൾ സ്കൂളിൽ നിന്ന് വരുമ്പോൾ അവരുടെ മുഖത്തേക്ക് നോക്കണം. അച്ഛൻ പറയുന്നു, എൻ്റെ ഭാര്യ ഡോക്ടറാണ്, പക്ഷേ ഒരു ശാസ്ത്രത്തിലും പഠിക്കാത്ത കാര്യങ്ങളാണ്. നമ്മുടെ കുഞ്ഞുങ്ങളുടെ മുഖത്തേക്ക് സ്കൂളിൽ നിന്ന് വരുമ്പോൾ നമ്മൾ നോക്കണമെന്നുള്ള ആ ശ്രദ്ധേയമായ വാക്കുകൾ എത്രമാത്രം കുഞ്ഞുങ്ങളുടെ ജീവിതത്തെ ശ്രദ്ധേയമാക്കുന്നു എന്നുള്ളതാണ്. നമ്മൾ നോക്കുമ്പോൾ ഈ അടുത്തിടെ പത്രത്തിൽ കണ്ടതാണ്, ഒരു ചെറിയൊരു കഴുകൻ്റെ അല്ലെങ്കിൽ അങ്ങനെയുള്ള ഒരു പക്ഷി ഓരോ പ്രാണികളെയും അത് കിട്ടുന്ന സമയത്ത് അതിൻ്റെ തൂവലുകൾ കൊഴിച്ച് മലകളിൽ കൊണ്ടുവെക്കും. എന്തിനാ? അതിന് പറക്കാൻ പറ്റത്തില്ല, അതിന് ഭക്ഷണം കിട്ടാത്ത സമയത്ത് എടുത്ത് ഭക്ഷിക്കും. നോക്കിക്കേ, അതുപോലെ നമ്മളുടെ കുഞ്ഞുങ്ങളെ ഇന്ന് ലഹരിയാണെങ്കിലും ഒരുപക്ഷെ ടെക്സ്റ്റൽ ഓട്ടിസം ആണെങ്കിലും അല്ലെങ്കിൽ തെറ്റായ ജീവിത രീതികളാണെങ്കിലും ഒക്കെ കൊണ്ടുപോകുന്ന പശ്ചാത്തലത്തിൽ തിരുമേനിയുടെ നമ്മുടെ കണ്ണുകൾ, ഒരച്ഛൻ എന്ന വാക്കിൻ്റെ അർത്ഥം മകനെ ഇമവെട്ടാതെ നോക്കിക്കൊണ്ടിരിക്കുന്നവൻ എന്നാണെങ്കിൽ അമ്മ എന്ന വാക്കിൻ്റെ അർത്ഥം എത്രത്തോളം ഉള്ളിൽ നിന്ന് കുഞ്ഞിനെ വളർത്തുന്ന അനുഭവമാണ് എന്ന് പങ്കുവയ്ക്കുമ്പോൾ ഒരപ്പനായി ഒരമ്മയായി പിൻതലമുറയെ സ്പർശിച്ച ധീരതയുടെ സ്മാരകമാണ് അന്തോണിയോസ് തിരുമേനി എന്നുള്ളത് നമ്മൾ മറന്നു പോകരുത്. മാത്രവുമല്ല,
കൊല്ലമെത്രാസനത്തിൽ എൻ്റെ പ്രാർത്ഥന എൻ്റെ ബൈബിൾ എന്ന ഒരു പ്രത്യേക ശുശ്രൂഷ തന്നെ തിരുമേനി ക്രമീകരിച്ചിട്ടുണ്ട്. എല്ലാ പള്ളികളിലും എൻ്റെ പ്രാർത്ഥന എൻ്റെ ബൈബിൾ എന്ന ബൈബിൾ പഠിക്കുവാനും പ്രാർത്ഥിക്കുവാനും തക്കവണ്ണം നമ്മുടെ കുഞ്ഞുങ്ങളെ ഒരുക്കുക എന്നുള്ളതാണ്. നാലാമതായി തിരുമേനിയെ നാം കാണുമ്പോൾ പാവങ്ങളെ സഹായിച്ച് വഴിമരങ്ങൾക്കിടയിലെ വെളിച്ചമരമായി അദ്ദേഹം മാറി എന്നുള്ളതാണ്. എപ്പോഴും തിരുമേനി പല വേദികളിലും ചോദിക്കുന്നൊരു ചോദ്യമാണ്, സഹമനുഷ്യർക്ക് ചെയ്യേണ്ടുന്നതെല്ലാം നിങ്ങൾ ചെയ്യുന്നുണ്ടോ? അരമനയിൽ നിന്ന് തിരുമേനി ഇറങ്ങുമ്പോൾ ഭദ്രാസന സെക്രട്ടറി ചോദിക്കുന്നുണ്ട്, ഇനി എങ്ങനെയാണ് മുൻപോട്ട്? വളരെ കുറച്ച് രൂപ മാത്രമേ അക്കൗണ്ടിലുള്ളല്ലോ. പുനലൂരിൽ നിന്ന് ഇറങ്ങിയപ്പോൾ ഒന്നും കൊണ്ടുവന്നില്ല. എന്നെ വിളിച്ച ദൈവം എന്നെ വഴി നടത്തും. അതേ, പാവങ്ങളെ സഹായിച്ച് അദ്ദേഹം കൊടുത്തു തീർത്തു എന്നുള്ളതാണ്. സ്വീഡൻ രാജ്യത്തിൽ ലാഗും അല്ലെങ്കിൽ മിനിമലിസം ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നാം കാണുമ്പോൾ തൻ്റെ ജീവിതത്തിൽ തനിക്ക് ഉപയോഗിക്കേണ്ടുന്നതിനെ ഒക്കെ മറ്റുള്ളവർക്ക് പങ്കുവച്ചു എന്നുള്ളത് വളരെ ശ്രദ്ധേയമായൊരു സംഗതിയാണ്. തിരുമേനിയുടെ ഒപ്പം പോകുമ്പോൾ ഞങ്ങൾ ഷമ്മാശന്മാർ കേൾക്കുന്ന ഏറ്റവും വലിയൊരു ചോദ്യമുണ്ട്. ശുശ്രൂഷകനോ അല്ലെങ്കിൽ പള്ളി സൂക്ഷിപ്പുകാരനോ കൊടുക്കുവാനുള്ള തുക എടുത്തു വെച്ചില്ലെങ്കിൽ ഒറ്റ ചോദ്യമാണ്, നിങ്ങൾക്ക് കിട്ടിയില്ലേ? തൻ്റെ മുൻപിലെ രോഗിയായ ഒരാളെ കാണുമ്പോൾ എനിക്കൊരു അപേക്ഷ തന്നൂടായോ? എനിക്ക് 7000 രൂപ വരെ തരാനായിട്ട് എനിക്ക് സാധിക്കും. ഇങ്ങനെ വിവാഹത്തിനാണെങ്കിൽ എല്ലാ വർഷവും വിവാഹ സഹായ നിധിയുടെ പ്രവർത്തനങ്ങൾ, ഇങ്ങനെ തൻ്റെ ജീവിതത്തിൽ ഓരോ മനുഷ്യർക്കു വേണ്ടിയും തൻ്റെ ജീവിതത്തിൻ്റെ എല്ലാം പങ്കുവച്ച് പാവങ്ങളെ സഹായിച്ച് വഴിമരങ്ങൾക്കിടയിലെ വെളിച്ചമരമായി അദ്ദേഹം, നോക്കിക്കേ, വഴിയിൽ പണ്ട് ചുവടുതാങ്ങികൾ ഉണ്ടായിരുന്നു, രാജാക്കന്മാർ മരങ്ങൾ നട്ടു. എന്നാൽ കാട്ടിലെ വെളിച്ചിമരം രാത്രിയിലും പ്രകാശിക്കും. പകൽ പഴങ്ങളാണെങ്കിൽ രാത്രിയിൽ പ്രകാശം പകരുന്ന തൻ്റെ ജീവിതം മുഴുവൻ അങ്ങനെ മറ്റുള്ളവർക്ക് വേണ്ടി സമർപ്പിച്ചുകൊണ്ട് വഴിമരങ്ങൾക്കിടയിലെ വെളിച്ചമരമായി അദ്ദേഹം മാറി എന്നുള്ളത് ശ്രദ്ധേയമാണ്. കൊല്ലഭദ്രാസനത്തിലെ എന്നുള്ളതല്ല, സഭയിലെ പലയിടങ്ങളിലും കൊച്ചി ഭദ്രാസനത്തിലുമൊക്കെ പാവങ്ങൾക്ക് വേണ്ടി തുറന്നുവെച്ച വഴിയിൽ കിടക്കുന്നവരുടെ പുതപ്പുകളായി, അനാഥാലയത്തിലെ അന്നമായി, കുട്ടികൾക്കുള്ള പ്രോത്സാഹനമായി ഒക്കെ അന്തോണിയോസ് തിരുമേനിയുടെ ജീവിതം ഇങ്ങനെ മുൻപോട്ട് പോകുമ്പോൾ നിശ്ചയമായും മലങ്കര സഭ എന്താണ് ഭാരതത്തിൽ ചെയ്തിട്ടുള്ളത്? മലങ്കര സഭ എന്താണ് നമ്മുടെ പൂർവ്വപിതാക്കന്മാരുടെ മാർത്തോമൻ പൈതൃകത്തിലൂടെ മാർത്തോമൻ പാട്ടിൽ പാടുന്നത് പോലെ എന്താണ് മാർത്തോമാ ശ്ലീഹ ചെയ്ത നിയോഗം എന്താണെന്ന് ചോദിച്ചാൽ അത് പണിഞ്ഞ കൊട്ടാരം സ്വർഗത്തിലാണ്, അത് സാധാരണക്കാരൻ്റെ ഉദരം നിറയ്ക്കലായിരുന്നു എന്ന് നമുക്ക് ഓരോരുത്തർക്കും മനസ്സിലാകുന്നത്. ഈ കാലഘട്ടത്തിൽ നമ്മളൊക്കെ വായിച്ചിരിക്കേണ്ടുന്നൊരു പുസ്തകമാണ് കമ്പിളിക്കണ്ടത്തെ കൽഭരണികൾ. ഒരു ക്രിസ്ത്യാനി ഒരുപക്ഷെ എങ്ങനെയായിരിക്കണം, അല്ലെങ്കിൽ ഒരു ക്രിസ്ത്യാനി എങ്ങനെ ആയിരിക്കരുത് എന്ന് ഒരു മനുഷ്യൻ കുറിച്ചിരിക്കുകയാണ്. അതിൽ ബാബു അബ്രഹാം എന്ന് പറയുന്ന മനുഷ്യൻ വൈദികരാൽ ഒരുപക്ഷെ, അതല്ലെങ്കിൽ ക്രിസ്തീയ സഭയിൽ നിന്ന് അദ്ദേഹത്തിന് ലഭിച്ച നന്മകളും എന്നാൽ അതിനിടയിൽ അദ്ദേഹത്തിന് കിട്ടിയ ചില വേദനകളും ഒക്കെ പങ്കുവെക്കുമ്പോൾ തൻ്റെ അമ്മ പറഞ്ഞൊരു വാചകം അവിടെ ആദ്യം കുറിച്ചിട്ടിട്ടുണ്ട്. ചുറ്റും വെള്ളം പൊങ്ങുന്നുവെന്ന് കണ്ടാൽ നീന്തൽ വശമില്ല എന്നറിയാവുന്ന നീ പകച്ചു നിന്ന് അലമുറയിടരുത്. ആ വെള്ളപ്പാച്ചിലിൽ അവിടെ ഇവിടെ പൊങ്ങിക്കിടക്കുന്ന മരക്കഷ്ണങ്ങൾ പിടിച്ചു കയറി വെള്ളത്തിലങ്ങ് പൊങ്ങിക്കിടക്കണം. എന്നിട്ട് ഓളത്തിനൊപ്പം ഒഴുകുന്ന ശിഖരങ്ങൾ കാട്ടുവള്ളികളിൽ ചേർത്ത് കെട്ടി ഒരു ചങ്ങാടമുണ്ടാക്കണം. കരപറ്റി കഴിയുമ്പോഴുണ്ടാകുന്ന സന്തോഷമായിരിക്കണം തുഴഞ്ഞു നീങ്ങുമ്പോൾ നിന്റെ മനസ്സിൽ. തീരമെത്തിക്കഴിയുമ്പോൾ മറ്റാർക്കെങ്കിലും ഉപകരിക്കുവാനായ ചങ്ങാടം വെള്ളത്തിലേക്ക് തന്നെ തള്ളിക്കളയണം. മുങ്ങിപ്പോകുമായിരുന്ന ആരെങ്കിലും ആ ചങ്ങാടം കയറി തീരമെത്തുമ്പോൾ നമ്മുടെ ഉള്ളിലുണ്ടാകുന്ന സ്വാർത്ഥതയില്ലാത്ത ആനന്ദമുണ്ട്. അതായിരിക്കണം നിന്റെ ജീവിതത്തെ നയിക്കേണ്ടുന്നത്. എത്ര അന്തോണിയോസിന്റെ ജീവിതത്തെ അടയാളപ്പെടുത്തുന്ന എത്രയോ ചങ്ങാടങ്ങൾ തൻ്റെ പിന്നാലെ വരുന്നവർക്ക് വേണ്ടി ഉണ്ടാക്കിയിട്ടിട്ട് കടന്നുപോയൊരു മനുഷ്യൻ. ഒരു ചിന്ത കൂടെ പങ്കുവെച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകളെ ഉപസംഹരിച്ചുകൊള്ളാം. ഒന്നാമതായി നമ്മൾ കണ്ടത് പിറവിയെക്കുറിച്ച് എപ്പോഴും നമ്മളെ ഓർമ്മിപ്പിക്കുന്ന പിതാവാം ദൈവത്തെക്കുറിച്ച് കുമ്പിട്ട് നമസ്കരിച്ചുകൊണ്ട് നമ്മളെ ഓർമ്മിപ്പിക്കുകയാണ്. മാർത്തോമായിലെ
യോവാക്യമാർ കുർലോസ് തിരുമേനി, യോവാക്യം തിരുമേനി പറയുന്നുണ്ട്, അദ്ദേഹം കുമ്പിടുന്നത് കാണുമ്പോൾ, അദ്ദേഹത്തിൻ്റെ ഒപ്പമായിരിക്കുമ്പോൾ അദ്ദേഹത്തിന് മലങ്കര സഭയ്ക്ക് ലഭിച്ച ദൈവം നൽകിയ മുത്താണെന്നാണ് അദ്ദേഹം കുറിച്ചിരിക്കുന്നത്. രണ്ടാമത് നമ്മുടെ പിതൃക്കളെ കുറിച്ചാണ് അദ്ദേഹം ഓർമ്മിപ്പിച്ചത്. പൂർവികർ എന്നുള്ളത് നമ്മുടെ ഭാരതത്തിൻ്റെയും ലോകത്തിൻ്റെയും നമ്മുടെയും സഭയുടെയും ഒക്കെ മഹാരഥന്മാരുടെ ജീവിതത്തെക്കുറിച്ച് അദ്ദേഹം ഓർമ്മിപ്പിച്ചു. പിന്നീട് പിൻതലമുറയെക്കുറിച്ച് അവരുടെ കണ്ണുകളിലേക്ക് നോക്കുവാൻ അദ്ദേഹം നമ്മളെ പഠിപ്പിച്ചു. പിന്നീട് പാവപ്പെട്ട മനുഷ്യരുടെ ഒപ്പം നിന്നുകൊണ്ട് തനിക്ക് ശേഷം വരുന്നവർക്ക് വേണ്ടി ചങ്ങാടങ്ങൾ പണിഞ്ഞിടുവാൻ തക്കവണ്ണം നമ്മെ ഓർമ്മിപ്പിച്ചു. സമയത്തിൻ്റെ പരിമിതി കൊണ്ട് ഒരു ചിന്ത കൂടെ പങ്കുവെക്കുകയാണ്. പ്രകൃതിയെ പ്രണയിച്ച് പ്രകൃതി ജീവിത ശൈലിയുടെ ഉടമയായി അദ്ദേഹം എന്നുള്ളതാണ്. പലപ്പോഴും നമ്മളിൽ പലരും മരങ്ങൾ വെക്കാറുണ്ട്, അല്ലെങ്കിൽ കൃഷി ചെയ്യാറുണ്ട്. എന്നാൽ തെങ്ങുകൾ നടുന്നൊരു മനുഷ്യനാണ് അന്തോണിയോസ് തിരുമേനി. കാരണം എന്താ? ചിലർ വാഴകൾ വെക്കും, ചിലർ ചീനി വെക്കും, അല്ലെങ്കിൽ ചെറിയ ചെറിയ മരങ്ങൾ വെക്കും. പക്ഷേ തെങ്ങ് വെക്കണമെങ്കിൽ അത് അദ്ദേഹത്തിന് വേണ്ടിയാണോ? അല്ല. ശൂരനാട് എപ്പിഫാനിയോസ് സെന്ററിന് ചുമതല തിരുമേനി എന്നെ ഏൽപ്പിക്കുമ്പോൾ തിരുമേനി പറഞ്ഞ അവിടെ എല്ലാം തെങ്ങ് വെക്കാനാണ്. അപ്പം ഞാനും ചെല്ലുന്ന പള്ളികളിലൊക്കെ തെങ്ങ് വെക്കുമ്പോൾ പലരും എന്നോട് ചോദിക്കും, അച്ഛൻ ഇതിൽ നിന്നൊരു കരിക്കടത്തി കുടിക്കാനായിട്ട് പറ്റുകയില്ലല്ലോ. ഞാൻ പറഞ്ഞു, നമുക്ക് കരിക്ക് കുടിച്ചത് എത്രയോ പൂർവികരുടെ അവർ വെച്ച അവരുടെ സ്വപ്നമാണ്. അപ്പം അതുകൊണ്ട് തെങ്ങുകൾ വെക്കുന്നൊരു മനുഷ്യൻ, മരങ്ങൾ നടുന്നൊരു മനുഷ്യൻ എന്ന് പറയുന്നത് ഈ കാലഘട്ടത്തിൽ വളരെ ശ്രദ്ധേയമാണ്. അത് നമ്മൾ പ്രത്യേകിച്ച് ഇപ്പോൾ ഫോറസ്റ്റ് ബാത്ത് എന്ന് പറയുന്ന അങ്ങനെ ഒരു കാട്ടിലൂടെ നടക്കുന്ന രീതി, ഇപ്പോൾ ജാപ്പനീസ് രീതി വളരെ ശ്രദ്ധേയമാണ്. അപ്പോൾ തിരുമേനി നമ്മളെ വല്ലാതെ ചിന്തിപ്പിക്കുന്നതും വേദനിപ്പിക്കുന്നതും, ഒരു ദിവസം ഒരുമിച്ച് ഇതിനോടൊപ്പം ഇരുന്ന് ഭക്ഷണം കഴിച്ച സമയത്ത് ഒരു ചെറുപ്പക്കാരൻ ഒരു ടിഷ്യൂ പേപ്പർ കൊടുത്തു. അപ്പം തിരുമേനി പറയുക, കുഞ്ഞെ എനിക്കത് വേണ്ട. എന്നിട്ട് പറയുകയാണ്, ഒരു മരമെങ്കിലും വീഴാതിരിക്കട്ടെ. 2024 പ്രകൃതിയുമായി ബന്ധപ്പെട്ട പഠനങ്ങൾ നമ്മൾ വായിക്കുമ്പോൾ ഏറ്റവും കൂടുതൽ മരങ്ങൾ വീഴ്ത്തപ്പെട്ടത് ഈ ടിഷ്യൂ പേപ്പറിന് വേണ്ടിയാണ്. നോക്കിക്കേ, തൻ്റെ കയ്യിലൊരു തൂവാലയുണ്ട് എന്ന ചെറിയൊരു നിലപാടെടുക്കുമ്പോൾ തന്നെ അത് എത്രയോ മരങ്ങൾ, 77 വയസ്സിനിടയ്ക്ക് എത്രയോ മരങ്ങൾ വീഴാതെ ഇരിക്കുവാനുള്ള എത്രമാത്രം ഉത്തമമായ ഒരു തിരിച്ചറിവായിരുന്നു അതെന്നുള്ളതാണ്. ഒപ്പം ഇരുന്ന് ഭക്ഷണം കഴിച്ചൊരു സമയത്ത് എൻ്റെ കയ്യിൽ നിന്ന് മുന്തിരി മേശപ്പുറത്ത് വീണു. ഞാനെടുത്ത് മാറ്റി വെച്ചപ്പോൾ എന്നോടൊരു ചോദ്യമാണ്, മേശപ്പുറത്ത് വീണ മുന്തിരി എച്ചിലാണോ? തിരുവള്ളുവരുടെ കഥ പറയുകയാണ്, വെള്ളവും സൂചിയുമായി അദ്ദേഹം ഇരിക്കുക. അതാണ് ഞാൻ ആദ്യം പാടിയത്. ഒരു വറ്റ് പോലും നമ്മുടെ കയ്യിൽ നിന്ന് താഴെ വീഴാതെ ഇന്നും നമ്മളെ ഓർമ്മിപ്പിക്കുന്നെങ്കിൽ, 130 കോടിയിലധികം പട്ടിണിക്കാർ ഇവിടെ ഉണ്ടെങ്കിൽ ഒരു വറ്റ് പോലും നിന്റെ കയ്യിൽ നിന്ന് താഴെ വീഴരുതെന്ന് അദ്ദേഹം ഓർമ്മിപ്പിക്കുകയാണ്. ഏത് പള്ളിയിൽ ചെന്നാലും പറയും, 2 ബക്കറ്റ് വെള്ളം പിടിച്ചു വെക്കാനായിട്ട് പറയും. എന്നിട്ട് നമ്മളോട് പറയും, ഗാന്ധിജി അധികം വെള്ളം ഉപയോഗിച്ചിട്ടില്ല. നോക്കിക്കേ, ഇങ്ങനെ പറഞ്ഞാൽ തീരാത്ത ജീവിത രീതികളാണ് അദ്ദേഹം നമ്മളിൽ ഉണർത്തുന്നത്. പ്രത്യേകിച്ച് വളരെ വർഷങ്ങൾക്ക് മുമ്പ് എഴുതപ്പെട്ടൊരു പുസ്തകമാണ് ദർസൂർസാല എന്ന് പറയുന്ന ഒരു പുസ്തകം. അതിൽ വ്ളാദിമർ ആഴ്സ്നേവ് എന്ന് പറയുന്ന റഷ്യൻ യാത്രികൻ, അദ്ദേഹം തൻ്റെ പുസ്തകത്തിൽ ഒരു മനുഷ്യനെ, തൻ്റെ യാത്രകളിൽ ദർസു എന്ന് പറയുന്ന മനുഷ്യനെ കണ്ടുമുട്ടുകയാണ്. നോക്കുമ്പോൾ ഈ മനുഷ്യൻ പ്രകൃതിയോട് ഇണങ്ങി ജീവിക്കുന്ന മനുഷ്യനാണ്. ആ പുസ്തകത്തിൽ ഓരോ ഇടങ്ങളിലും പ്രകൃതിക്കുണ്ടാവുന്ന മാറ്റങ്ങളൊക്കെ അദ്ദേഹം ഇദ്ദേഹത്തോട് പറയുമ്പോൾ ഈ എഴുത്തുകാരന് ഇത്രയേറെ സഞ്ചരിച്ച ഈ മനുഷ്യൻ അത്ഭുതമാണ്. ഒരു ദിവസം ഇവരിങ്ങനെ ഓരോ കുടിലിൽ നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് പോകുമ്പോൾ അവരുടെ ടെന്റ് കത്തിച്ച് കളയുകയാണ് പതിവ്. അത് കാണുമ്പോൾ ഒരു രസമാണെന്ന് അദ്ദേഹം പറയുന്നത്. എല്ലാ യാത്രക്കാരും ചെയ്യുന്നത് എങ്ങനെയാണ്? തങ്ങൾ അടുത്ത ഇടത്തേക്ക് പോകുമ്പോൾ വിറകുകൾ കൂട്ടിയിട്ട് ആ ചെറിയ കൂടാരം കത്തിച്ച് കളയും. പക്ഷെ ദർസു, ആ എഴുത്തുകാരൻ വ്ളാദിമറിനോട് ചോദിക്കുകയാണ്, എനിക്കൊരല്പം ഉപ്പും അരിയും വേണം. അപ്പോൾ അദ്ദേഹം ചോദിക്കുന്നത്, അത് എന്തിനാണ്? ഇത് കത്തിച്ച് കളയുന്ന കാണാനൊരു വലിയ സന്തോഷമല്ലേ? അല്ല, നമുക്ക് ശേഷം ഇതുവഴി വരുന്ന ഒരാളും ഒരു നേരത്തെ ഭക്ഷണമില്ലാതെ മരിക്കരുത്. അപ്പോഴാണ് ദർസുവിൻ്റെ ഉർസാലയുടെ ജീവിതം എത്ര ശ്രദ്ധേയമാണ് എന്ന് അവിടെ നാം കാണുന്നത്. ഈ പിതാവിൻ്റെ ജീവിതവും അങ്ങനെയായിരുന്നു. അഭിമന്യ ദിയസ്കോറോസ് തിരുമേനി, അതോടൊപ്പം തന്നെ നമ്മുടെ തെയോദോറോസ് തിരുമേനിയും ഒക്കെ ഓർമ്മിപ്പിക്കുന്നത് അദ്ദേഹത്തിൻ്റെ ജീവിതം. യോഹന്നാൻ ശ്ലീഹായെ നാം കാണുമ്പോൾ പത്രോസ് ശ്ലീഹ ചോദിക്കുന്നുണ്ട്, കർത്താവ് ഇവൻ എന്ത് സംഭവിക്കും? യേശു തമ്പുരാൻ പറഞ്ഞു, ഞാൻ വരുവോളം ഇരിക്കുന്നുവെങ്കിൽ നിനക്ക് എന്താണ്? ദിയസ്കോറോസ് തിരുമേനി പറയുകയാണ്, ചിലർ അങ്ങനെയാണ്,
മരിച്ചിട്ടും ക്രിസ്തുവിൻ്റെ രണ്ടാം വരവോളം മനസ്സുകളിൽ സജീവമായി നിൽക്കുന്നവർ. പ്രിയമുള്ളവരെ, പിതാവിനെക്കുറിച്ച് നമ്മുടെ എല്ലാവരുടെയും ഓർമ്മകൾ ഇവിടെ നിറയുകയാണ്. നമ്മുടെ പിറവിയെക്കുറിച്ച്, നമ്മുടെ പിതൃക്കളെക്കുറിച്ച്, നമ്മുടെ പിൻതലമുറയെക്കുറിച്ച്, പാവങ്ങളെക്കുറിച്ച്, പ്രകൃതിയെക്കുറിച്ച് അതിൻ്റെ ഉള്ളിൽ നിന്നുകൊണ്ട് അദ്ദേഹം വഴിമരങ്ങൾക്കിടയിലെ വെളിച്ചമരമായി തൻ്റെ ഗുരുവിൽ നിന്ന് അമൃതധാര എന്ന ആ ധാര ദൈവത്തിലേക്ക് നയിക്കും തന്നെയാണ് എന്ന തിരിച്ചറിവോടെ ഞാൻ എൻ്റെ ചെറിയ വാക്കുകളെ ഉപസംഹരിക്കുന്നു. ഇതിന് അനുവാദം നൽകിയ അഭയം തിരുമനസ്സിനോടും ഇതിന് അർഹതയില്ലാത്ത എനിക്കിതിന്